ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ശ്രുതിക്കൊരു മകനുണ്ടല്ലോ, ആദി. ആ കുട്ടിയുടെ അമ്മ ശ്രുതി തന്നെയാണെന്ന് സച്ചി ഉറപ്പിക്കുകയാണ്. ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരു ദിവസം നമ്മുടെ രേവതിക്ക് നല്ല പനി വരുവാണേ. മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മരുന്ന് സച്ചി മേടിച്ചു കൊടുക്കും, പക്ഷെ മാറുന്നില്ല രേവതിയുടെ പനി. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും സച്ചി രേവതിയെയും കൂട്ടി ഹോസ്പിറ്റലിലോട്ട് പോകുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി രേവതിക്ക് ഡ്രിപ്പൊക്കെ ഇട്ട് കഴിയുവാണ്. ഡ്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇവർ മരുന്നും മേടിച്ച് പുറത്തിറങ്ങാൻ നേരത്ത് ഒരു ആംബുലൻസ് ഇങ്ങനെ സ്പീഡിൽ വരുവാണ്. അപ്പോൾ സച്ചിയും രേവതി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ആംബുലൻസിൽ ആരാണെന്ന്. നോക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ ആദ്യം പിടിച്ചോടി വരുവാണ്. ആദ്യം അമ്മേനെയൊക്കെ രേവതിക്ക് അറിയാലോ, രേവതിക്ക് അവരെ ഭയങ്കര കാര്യമാണ്. ഇവരെ കാണുന്നതും രേവതിക്കും സച്ചിക്കും ടെൻഷൻ ആവുകയാണ്. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അത് നമ്മുടെ ആദ്യമല്ലേ, അവൻ എന്തു പറ്റി, തല മുഴുവൻ ചോര വരുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും സച്ചിയും കൂടി പുറകെ ഓടുവാണേ. അപ്പോഴേക്കും ആദ്യം സ്ട്രെച്ചറിലൊക്കെ കിടത്തി നേരെ ഹോസ്പിറ്റലിനുള്ളിലോട്ട് സ്പീഡിൽ കൊണ്ടുപോവാണ്. അപ്പോൾ രേവതി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്തു പറ്റി ആദിക്കെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും, മോളെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, അവൻ ആക്സിഡൻറ്റ് പറ്റി മോളെ, വീട്ടിൻ്റെ മുമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഒരു ബോൾ എടുക്കാൻ പോയപ്പോഴേക്കും ഓടി വരുമായിരുന്നു, സ്പീഡിൽ വന്ന ഒരു കാർ അവനെ ഇടിച്ച് തെറിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അമ്മ പൊട്ടിക്കരയുവാണേ. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ രേവതിയും സച്ചിയും പറയുന്നുണ്ട്, അമ്മ പേടിക്കണ്ട, ഡോക്ടർ കാണട്ടെ എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ആദ്യം വേഗം നമ്മുടെ അത്യാഹിത വിഭാഗത്തിലൊക്കെ കൊണ്ടുപോകും. ഡോക്ടർ വന്ന് നോക്കിയിട്ട് വിവരമൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, ഇവന് കണ്ണിൽ നിന്നൊക്കെ ഒരുപാട് ചോര പോകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും, അവൻ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, പെട്ടെന്ന് സ്പീഡിൽ വന്നൊരു കാർ ഇടിച്ച് തെറിപ്പിച്ചതാന്ന് പറയുമ്പോഴേക്കും വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവർ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് പേടിയാവുന്നു ഡോക്ടറെ, എങ്ങനെയെങ്കിലും എൻ്റെ മോനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മ കരയുവാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കല്ലേ, ഞങ്ങളൊന്ന് നല്ലോണം നോക്കിയിട്ട് വിവരം എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറയുവാണ്. അപ്പോൾ രേവതിയും സച്ചി അങ്ങനെ തന്നെ നിൽക്കുവാണ്. രേവതിക്കും വയ്യ. അപ്പോൾ അമ്മക്കാണെങ്കിൽ ശ്രുതിയെ വിളിച്ച് ഈ കാര്യം പറയണം. രേവതിയും സച്ചി ഉള്ളപ്പോൾ ശ്രുതിയെ വിളിക്കാനും പറ്റില്ലല്ലോ, അവർക്കറിയില്ലല്ലോ ഇത് ശ്രുതിയുടെ മോനാണെന്നൊന്നും. അപ്പോൾ അമ്മ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ വിളിക്കും, അവളോട് വിവരം പറയണമല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ നിന്നിട്ട്, ഞാനിപ്പോൾ വരാം മോളെ എന്ന് പറഞ്ഞ് അമ്മ മാറി നിന്ന് ഫോൺ ചെയ്യുവാണേ. ഫോൺ ചെയ്തിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, മോളെ നമ്മുടെ ആദ്യക്ക് അപകടം പറ്റി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോവാണേ. ശ്രുതി മോനെ കാണാറില്ലെങ്കിലും സ്വന്തം മോനല്ലേ, ആ മോൻ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് സഹിക്കില്ലല്ലോ. ശ്രുതിക്ക് അവിടെ നിന്ന് ടെൻഷൻ ആവുകയാണ്. എങ്ങനെയാണ് അപകടം പറ്റിയെന്നൊക്കെ അമ്മ വിവരിക്കുന്നുണ്ട് ശ്രുതിയോട്. അപ്പോൾ ശ്രുതി പറയും, ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും, മോളെ ഇപ്പോൾ വരല്ലേ, ഇവിടെ സച്ചിയും രേവതിയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുവേ. അമ്മയാണോ അവരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അല്ല മോളെ, രേവതിക്ക് നല്ല പനി, അവരത് കാണിക്കാൻ വന്നപ്പോഴേക്കും ഞങ്ങളെയും കണ്ടു, അവരിപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, അമ്മ ഒരു കാര്യം ചെയ്, അവരവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും എന്നെ വിളിക്കുക, ഞാൻ ഓടി വരാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഫോൺ കട്ട് ചെയ്യുവാണേ. അങ്ങനെ പറഞ്ഞെങ്കിലും ശ്രുതിക്കൊരു സമാധാനമില്ല, സ്വന്തം മോനല്ലേ അവിടെ അപകടം പറ്റി കിടക്കുന്നത്. ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുവാണേ. എന്നിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി വണ്ടി എടുത്ത് നേരെ വിടുവാണ് ഹോസ്പിറ്റലിലോട്ട്. അതേസമയം അവിടെ ആദ്യം നോക്കിയിട്ട് ഡോക്ടർ വന്ന് പറയും, ഒരു ചെറിയൊരു സർജറി ഓപ്പറേഷൻ കണ്ണിന് ചെയ്യേണ്ടി വരും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓപ്പറേഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യക്ക് ഓപ്പറേഷൻ അത്രയും പെട്ടെന്ന് ചെയ്യുവാണേ ഡോക്ടർ. അപ്പോൾ അമ്മ രേവതിയോടും സച്ചിയോടും ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കോ, ഡോക്ടർ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷൻ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയും, ഇല്ല നിൽക്ക്, അവൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാം എന്ന് പറയുവാണേ. അമ്മ എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞുവിടാൻ നോക്കുവാണ്. പക്ഷേ രേവതിക്ക് ആദ്യം ഭയങ്കര കാര്യമാണല്ലോ, അവർ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ല, എന്നാലും സൂക്ഷിക്കണം, അവൻ്റെ കണ്ണ് നല്ലോണം കെട്ടി വെച്ചിരിക്കുവാണ്, അവൻ കുറച്ച് നല്ല ഇപ്പം മയക്കത്തിലാണെന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും, കയറി കാണാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കയറി കാണാമെന്നൊക്കെ പറഞ്ഞ് രേവതിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ അമ്മ വീണ്ടും പറയുന്നുണ്ട്, മോളെ അവൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലോ, ഇനി കുഴപ്പമില്ല, എൻ്റെ പേടിയൊക്കെ മാറി, നിങ്ങൾ ആ കറക്റ്റ് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഉപകാരമായി, അല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ച് ചത്താനെന്നൊക്കെ പറയുവാണേ അമ്മ. അപ്പോഴേക്ക് രേവതി പറയും, അമ്മ ഇങ്ങനെ പേടിക്കല്ലേ, മോൻ ഇനി ഒരു കുഴപ്പവും വരില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയും, മോൾക്കും വയ്യല്ലോ, മോള് പോയിക്കോ, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചിയും പറയും, രേവതി വാ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, നിക്ക് സച്ചിയേട്ടാ, ആദിക്ക് എന്തായി, ഇനി എപ്പോഴാണ് ഡിസ്ചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് പോവാം, അവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, അവനൊന്ന് ബോധം വന്നിട്ടൊക്കെ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും സച്ചി അവിടെ നിൽക്കുവാണ്. സച്ചിയും സമ്മതിക്കും, എന്നാൽ നീ അവിടെ ഇരിക്കും രേവതി എന്ന് പറഞ്ഞ് രേവതി ഇരുത്തുന്നുണ്ട്. അമ്മക്കപ്പോൾ ടെൻഷൻ കയറി വരുവാണ്, അയ്യോ ഇവരെന്താ പോവാത്ത, ഇവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനുള്ള അടവുകളൊക്കെ പ്രയോഗിച്ചിട്ടും രേവതിയും സച്ചിയൊന്നും പോകുന്നില്ലേ.
അങ്ങനെ ഇരുന്നിട്ട് ഇവർ ആദ്യ വാർഡിലോട്ടൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതി അതിൻ്റെ ഇടയിൽ ഒരുപാട് സാധനങ്ങൾ, അത് കെറ്റിൽസൊക്കെ കൊണ്ടാണ് അവിടെ നിന്ന് വരുന്നത് ഹോസ്പിറ്റലിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇവരുടെ ഹോസ്പിറ്റലുകാരുടെ ഓർഡർ തിരിച്ച് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇവരുടെ ഷോപ്പിൽ വന്ന് മേടിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ശ്രുതി കെറ്റിൽസും കൊണ്ട് പോകുന്നത്. പക്ഷേ ശരിക്കും മോനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ശ്രുതി ഓടുന്നത്. പക്ഷേ ആരോടും അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു കാരണം പറഞ്ഞിട്ട് ഒരുപാട് കെറ്റിൽസുമായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഹോസ്പിറ്റലിൽ കെറ്റിൽസുമായിട്ട് ഓടി വരുവാണേ ശ്രുതി. അപ്പോഴേക്കും സച്ചിൻ രേവതിയും ശ്രുതിയെ കാണുന്നുണ്ട്. ഇവളെന്താ ഇവിടെ ആർക്കും ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ, കെട്ടാനുമില്ല. ഇവിടെ ആശുപത്രിക്കാർ കെട്ടുന്ന സ്റ്റിച്ചിടൽ മാത്രമേ ഉള്ളൂ. അത് ശ്രുതിക്കറിയോ? ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ സച്ചി കളിയാക്കി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി പറയും, ഞാനത് പിന്നെ ഈ കെറ്റിൽസൊക്കെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ കടയിൽ വന്ന് മേടിക്കുമല്ലോ. അപ്പോൾ സച്ചി പറയും, ഓ പ്രമോഷൻ. അല്ല രേവതി എന്താ ഇവിടെ നിന്ന് ചോദിക്കുമ്പോഴേക്കും, അത് പിന്നെ ഒരു കുട്ടിക്ക് ഒരു അപകടം പറ്റി, അപ്പോൾ ഞാൻ അവനെ നോക്കാൻ വേണ്ടി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി എളുപ്പം ചോദിക്കും, ഏത് കുട്ടിക്ക് എന്ത് പറ്റി, അവന് എങ്ങനെയുണ്ട് അവൻ ഇപ്പം എന്നൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ച് ചോദിക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ നോക്കും. അതിന് പാർലറേട്ടത്തിക്ക് അറിയോ ഏത് കുട്ടിക്ക് അപകടം പറ്റിയെന്ന്? അല്ല, ഏത് കുട്ടിയായാലും കുട്ടിക്കാണ് അപകടം പറ്റിയെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പെട്ടെന്ന് ടെൻഷനായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതിയുടെ ടെൻഷൻ കാണുമ്പോൾ സച്ചിക്ക് ചെറിയ സംശയം അപ്പത്തൊട്ട് അടിക്കുവാണ്. ഇപ്പോൾ രേവതി പറയുന്നുണ്ട്, അന്നിൻ്റെ താലി പിരിച്ച് കൊടുക്കുന്ന ചടങ്ങിന് ഒരു കുട്ടി അമ്മയും വന്നായിരുന്നില്ലേ, ആ കുട്ടിക്ക് അപകടം പറ്റിയത്. ഇപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുവാണേ. ഞങ്ങൾ അവർക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂടി പുറത്തോട്ട് പോവാണ്. അപ്പോഴേക്കും ശ്രുതി ഓടിപ്പോകുവാണ് മുറിയിലോട്ട് പോയിട്ട് മോനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരയുന്നുണ്ട്. മോനെ, എനിക്ക് നിൻ്റെ ഇങ്ങനത്തുള്ള സമയത്ത് പോലും എനിക്ക് നിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുന്നില്ലല്ലോ, എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്, എന്നോട് ക്ഷമിക്കണേ മോനെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുവാണ്. അപ്പം അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രുതിയെ. കൂട്ടത്തിൽ പറയുന്നുണ്ട്, ആദ്യയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, എനിക്ക് പ്രായമായി വരുവാണ്, എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവൻ ഒറ്റക്കായി പോകും മോളെ, നീ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് അമ്മ ശ്രുതിയെ പറഞ്ഞു വിടും, രേവതിയൊക്കെ ഇപ്പോൾ വരും, നീ മോൾ എന്തായാലും പോയിക്കോ, അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ പറഞ്ഞു വിടുവാണ്. ശ്രുതി പോകാൻ നേരത്ത് സച്ചിൻ രേവതിയും വീണ്ടും ഫുഡും കൊണ്ട് വരുവാണ്. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, രേവതി നിനക്ക് വയ്യെന്നല്ലേ പറഞ്ഞത്, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തൂടെ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, അതിനെന്താ രേവതി ഇവിടെ നിൽക്കട്ടെ, അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ട്രിപ്പും മെഡിസിൻസും എല്ലാം ഇട്ടു, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ എവിടെ നിന്ന് റെസ്റ്റ് കിട്ടാനായി വെക്കെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, എന്നാലും കുറച്ചു നേരം കിടക്കാലോ, മെഡിസിൻ എടുത്ത ക്ഷീണമൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ സച്ചി പറയും, പാലറേട്ടത്തിക്ക് എന്താ ഇന്ന് രേവതിയോട് ഭയങ്കര സ്നേഹം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടത്തില്ലേ. എന്നിട്ട് നമ്മുടെ രേവതി പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ആരുമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, അവളുടെ അമ്മ പോലും ഇല്ല, പ്രായമായ അമ്മ മാത്രമല്ലേ ഉള്ളൂ, എന്തെങ്കിലും സഹായത്തിന് ആരെങ്കിലും വേണ്ടേ, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ ദേഷ്യം വരുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ കുട്ടിക്കൊരു അമ്മയുണ്ടെന്നാണ് പറയുന്നത് ഗൾഫിൽ, എന്തൊരമ്മയാ അവർ, സ്വന്തം മോനെ ഇവിടെ ഇട്ടിട്ട് ഗൾഫിൽ പോയി പണിയെടുക്കുക, ആർക്ക് വേണ്ടി കാശുണ്ടാക്കുന്നു, അവരവിടെ അടിച്ചു പൊളിക്കുമായിരിക്കും, അവരെങ്ങാനും ഇങ്ങോട്ടേക്ക് വറ്റി എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ. സച്ചി എന്തിനാ അറിയാത്ത ഒരാളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്, അവരടിച്ചു പൊളിക്കുവാന്ന് സച്ചിക്ക് അറിയോ, അവരുടെ കഷ്ടപ്പാട് അവർക്ക് മാത്രമേ അറിയുള്ളൂ, അവരെന്തോരം വേദന സഹിച്ചായിരിക്കും മോനെ പിരിഞ്ഞ് അവിടെ പോയി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ഇമോഷണൽ ആവുകയാണ്. ശ്രുതിയുടെ പെരുമാറ്റത്തിലെ വ്യത്യാസം കാണുമ്പോഴേക്കും സച്ചി ഇങ്ങനെ വിചാരിക്കും, പാലറേട്ടത്തി എന്താ വെല്ലോരുടെ അമ്മേനെ പറ്റി പറഞ്ഞതിന് പാലറേട്ടത്തി എന്തിനാ ഇങ്ങനെ ചൂടാവുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന്, ഓ അതല്ല സച്ചി, എന്നാൽ അറിയാത്ത കാര്യത്തെപ്പറ്റി ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുതെന്ന് പറയും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പാലറേട്ടത്തിയുടെ ടെൻഷനും കാര്യങ്ങളും കാണുമ്പോൾ പാലറേട്ടത്തിയാണ് ആദ്യം അമ്മ എന്ന് തോന്നുമല്ലോ എന്ന് സച്ചി ഇങ്ങനെ സംശയിച്ച് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ കയറും. ശ്രുതി എളുപ്പം വണ്ടിയെടുത്ത് പോവാണ്. ശ്രുതിയുടെ പെരുമാറ്റത്തിലെ വ്യത്യാസം സച്ചിയിൽ നല്ല സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. സച്ചതി രേവതിയോടും പറയുന്നുമുണ്ട്, ഇവക്കും ആദിക്കും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്, അത് ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയുവാണ്. ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി.